ഇന്ന് 10ാം ക്ലാസ്സിൻ്റെ എക്സാം തുടക്കം കുറിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊക്കെ ആകാംക്ഷയോടെ കാണുന്നതാണ് ഈ 10ാം ക്ലാസ് എക്സാം എന്ന് പറയുന്നത് ഭയങ്കര നിർണായകമായ ഒരു എക്സാം ആണ് എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ അതിനെ നോക്കിക്കാണുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു പ്രാവശ്യത്തെ എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് സങ്കടം കൂടെ ഉള്ള ഒരു അവസ്ഥയിലോട്ടാണ് പോകുന്നത്. കാരണം ഈ ഇടയ്ക്ക് മരിച്ചിരുന്ന 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഈ ഇടയ്ക്ക് മരിച്ചത്. ആ വിദ്യാർത്ഥിയുടെ കൊലപാതകത്തിലെ പ്രതികൾ ഈ പ്രാവശ്യം എക്സാം എഴുതി എന്നുള്ളൊരു വാർത്തയാണ് നമ്മൾ ഇന്ന് എല്ലാവരും വളരെ ആകാംക്ഷയോടെ കണ്ടുകൊണ്ടിരുന്നത് അല്ലേ. അതിന് ആ ഒരു പ്രവണതയിൽ ഒരുപാട് സംഘർഷങ്ങളും ഒക്കെ ഇന്ന് അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ അത്ര അരങ്ങേറിയതിനകത്ത് വളരെയധികം പ്രശ്നങ്ങളുണ്ട്. അതായത് ആ കുട്ടികളെ പരീക്ഷ എഴുതിപ്പിച്ചത് തെറ്റാണെന്ന് പറയുന്ന നിരവധി ആളുകളാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അതായത് ഇപ്പൊ നിയമസഭയിലടക്കം വലിയ പ്രശ്നങ്ങൾക്കും കോലിളക്കങ്ങൾക്കും സൃഷ്ടിച്ച ഒരു കാര്യമാണ് ആ വിദ്യാർത്ഥികൾ പരീക്ഷ ചെയ്തിട്ടുള്ളത്. അപ്പൊ യഥാർത്ഥത്തില് അത് അത്രയും പ്രശ്നമാക്കേണ്ട ഒരു കാര്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം വിദ്യാർത്ഥികൾക്ക് പ്രാഥമികമായിട്ട് ലഭിക്കേണ്ട ഒരു കാര്യമാണ് വിദ്യാഭ്യാസം. അത് ഏത് കുട്ടികളാണെന്നുണ്ടെങ്കിലും അവർക്ക് അവരുടെ അവകാശമാണ്. ഇപ്പോൾ ജയിലിൽ കഴിയുന്ന കുറ്റവാളികൾക്ക് വരെ പഠിക്കാനും ഈ എക്സാം എഴുതാനുമുള്ള അവകാശങ്ങളുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ആ കുട്ടികൾ ചെയ്തത് തീർച്ചയായിട്ടും വലിയൊരു ക്രൈം തന്നെയാണ്, തെറ്റ് തന്നെയാണ്. അത് ഒരിക്കലും നമ്മൾക്ക് അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ തെറ്റിനെ ന്യായീകരിക്കുകയോ അല്ല. പക്ഷെ ആ കുട്ടികളെ എക്സാം എഴുതുക എന്നുള്ളത് എക്സാം എഴുതിക്കാൻ കാണിച്ചൊരു മനസ്സ് ഒരു കുഴപ്പമില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. എനിക്ക് അങ്ങനെ അഭിപ്രായപ്പെടാനുള്ളൊരു താല്പര്യം ഇല്ല. കാരണം ഒരു കുറ്റം ചെയ്ത പ്രതികളാണെന്ന് പോലീസ് തന്നെ കണ്ടെത്തിയ സ്ഥിതിക്ക് അവരെ എക്സാം എഴുതിക്കുക എന്നുള്ള പറയുന്നത് നല്ലൊരു നിലപാടായിട്ട് എനിക്കതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടിയുടെ ജീവനാണ് അവിടെ, അതും ആസൂത്രിതമായിട്ടാണ് അവർ ആ കൊലപാതകം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത കുറച്ച് വിദ്യാർത്ഥികൾക്ക് എന്തിന് വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊടുക്കണ്ട എന്നതല്ല പറയുന്നത്, പക്ഷെ ആ വിദ്യാഭ്യാസം ഈ ഒരു വർഷം ആ കുട്ടിയുടെ പിതാവ് തന്നെ പറയുന്നുണ്ട്, ഈ ഒരു വർഷം അവരെ കൊണ്ട് എക്സാം എഴുതിപ്പിക്കേണ്ടായിരുന്നു. കാരണം ആ കുട്ടി മരിച്ചിട്ട് അധികം നാളുകൾ പോലും ആയിട്ടില്ല. അവർക്കാണ്, ആ കുടുംബത്തിനാണ് ഒരാളെ നഷ്ടപ്പെട്ടിരിക്കുന്നത്, അവരുടെ മകനെയാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്, അവരുടെ സ്വപ്നങ്ങളെയാണ്, പ്രതീക്ഷകളെയാണ്. ഇതുപോലെ തന്നെയാണ് ഈ ഒരു എക്സാമിന് സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഒരു കുട്ടി കൂടിയായിരുന്നു അവന്. തീർച്ചയായിട്ടും നമ്മുടെ സിസ്റ്റത്തിന് തന്നെ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ. അതായത് നമ്മൾ പഠിപ്പിക്കുന്നതും നമ്മൾ കുട്ടികളെ എത്തിക്കുന്ന കുറെ കാര്യങ്ങളും കുട്ടികൾക്ക് ബേസിക് ആയിട്ട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പോലും ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തിൽ കൊടുക്കുന്നില്ല. അത്തരത്തിലൊരു സാഹചര്യത്തിൽ നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ആ കുട്ടികളുടെ ഈ കുറ്റവാളികളായ കുട്ടികളുടെ മാതാപിതാക്കള് ഇല്ലെങ്കിൽ ഈ കുട്ടികളുടെ അധ്യാപകര്, സമൂഹം, നമ്മളെല്ലാവരും കുറ്റക്കാരാണ്. അതിൽ നമ്മുടെ നിയമ സംവിധാനങ്ങൾ തെറ്റുകാരാണ്, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന പഠന രീതികൾ തെറ്റാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും തെറ്റാണ്. ആ ഒരു ഘടകങ്ങൾ നോക്കും. വെറും 15 വയസ്സുള്ള കുട്ടികളാണ്. നമ്മുടെ തന്നെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 15 വയസ്സിൽ ചെയ്തിട്ടുള്ള ഒരു തെറ്റെന്താണെന്ന് നമുക്ക് ഇപ്പൊ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റി ഏറ്റവും കൂടുതൽ സങ്കടപ്പെടാനോ ഇല്ലെങ്കിൽ ഒരു പക്ഷേ തിരുത്താനോ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ചെറിയ തെറ്റുകളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ കുട്ടികൾ ചെയ്യുന്ന തെറ്റിനെ ഞാൻ ന്യായീകരിക്കുമല്ല. പക്ഷെ പ്രായത്തിന്റെ പരിധിയിൽ നമ്മൾ ചെയ്തിട്ടുള്ള ആ തെറ്റുകളെ കുറച്ച് പ്രായം എത്തിക്കഴിയുമ്പോഴായിരിക്കും നമ്മൾ അതിനെ റിഗ്രറ്റ് ചെയ്യുന്നതും നമ്മൾ ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കുന്നതും. ഈ കുട്ടികൾ ചെയ്തത് വലിയ ക്രൈം തന്നെയാണ്. പക്ഷെ ഈ ക്രൈം അത്രയും വലുതാണെന്നുള്ളതും ഇല്ലെങ്കിൽ ആ കുട്ടികൾ ചെയ്തത്, ആ കുട്ടികളുടെ വോയിസിനകത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഈ കൂട്ടത്തോടെ ആക്രമിച്ച ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ കേസ് എടുക്കില്ല. അത്രത്തോളം ഉള്ള പൗരബോധം ഇല്ലെങ്കിൽ ഒരു നിയമത്തിന്റെ ബോധം പോലും കുട്ടികളിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ എത്തിയിട്ടില്ല, അറിയില്ല. നമ്മളായിട്ട് നമ്മുടെ സമൂഹം പഠിപ്പിച്ചു കൊടുക്കുന്നതോ ഇല്ലെങ്കിൽ സിനിമകൾ കാണുന്നതിലൂടെ കുട്ടികൾ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ അല്ലറ ചില്ലറ എവിടുന്നെങ്കിലും കിട്ടുന്ന ഇങ്ങനത്തെ ബോധം മാത്രം കയറ്റിക്കൊണ്ട് നിൽക്കുന്ന കുട്ടികളാണ് അവര്. കാരണം അവരുടെ ആ ഒരു ചിന്ത അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമാവുന്നത് നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ നിയമവ്യവസ്ഥകൾ അത്രയേ ഉള്ളൂ, അത്ര നിസ്സാരമായി കണ്ടാൽ മതി, ഇനിയിപ്പോ ഇതിൽ കൂടുതലായിട്ട് ഒന്നും സംഭവിക്കാൻ പോകില്ല. നിയമത്തിനകത്തുള്ള കാര്യങ്ങൾ പോലും വ്യക്തമായിട്ട് ആ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. അതിനെപ്പറ്റിയുള്ള ധാർമ്മികമായിട്ടുള്ള ഒരു കാര്യമെങ്കിലും പഠിപ്പിച്ചു വരുന്നെങ്കിൽ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് നിയമങ്ങൾ പഠിപ്പിച്ചിരുന്നെങ്കിൽ, ഇതിന്റെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് കുട്ടികളെ പഠിപ്പിച്ചിരുന്നെങ്കിൽ അതെങ്കിലും പേടിച്ചാൽ. ഇപ്പോഴത്തെ നിയമങ്ങളെ പേടിക്കുന്ന ഒരു വിദ്യാർത്ഥികളല്ല ഇപ്പൊ നമ്മുടെ ഇവിടെ ഉള്ളത്. അത് നമ്മുടെ സമൂഹത്തിന്റെ തെറ്റാണ്, നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ തെറ്റാണ്, നമ്മുടെ നിയമങ്ങളുടെ തെറ്റാണ്. ആ നിയമങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഇപ്പൊ ആ വിദ്യാർത്ഥികൾ ഇപ്പൊ പരീക്ഷ എഴുതാത്ത നിൽക്കുന്ന ഒരു അവസ്ഥയിൽ എത്തുന്നത്.
തീർച്ചയായിട്ടും ആ കുട്ടികൾ ചെയ്ത തെറ്റ്, ആ ഒരു ക്രൈം തന്നെയാണ്. ഉത്തരവാദി നമ്മളും കൂടിയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ കൂടെ ഉൾപ്പെട്ടിട്ടുള്ള സമൂഹമാണ് ആ കുട്ടികളെ അത്തരത്തിലേക്ക്. ഇപ്പോ ഓരോ തെറ്റുകളും നമ്മൾ കണ്ടു, ഓരോ കുട്ടികൾ ചെയ്യുന്ന അക്രമങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഓരോ സ്കൂളിലും 15 വയസ്സ് തികയാത്ത കുട്ടികളിലേക്കാണ് ഈ അക്രമങ്ങളൊക്കെ കൂടി വരുന്ന സാഹചര്യം നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് റാഗിങ് നമ്മൾ ശ്രദ്ധിച്ചു. അത് പ്രായപൂർത്തിയായ കുട്ടികളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ഈ ഒരു കുട്ടിയുടെ കേസ് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന കുട്ടിയുടെ ശരീരത്തിൽ, അതും പ്രൈവറ്റ് പാർട്ടിൽ വരെ എന്താ പറയാ, ഈ എന്തോ പറയുന്ന നായ്ക്കൊരയുടെ പൊടി വിതറിയ സംഭവം വരെ നമ്മൾ കണ്ടതാണ്. കാരണം അത്രയും ക്രൂരമായ രീതിയിലാണ് കുട്ടികൾ ചിന്തിക്കുന്നത്. അതൊക്കെ എങ്ങനെയാണ് എത്തുന്നത്? ഈ റാഗിങ് എന്ന് പറയുന്നത് ഇത്ര നിസ്സാരമായിട്ട് കാണുന്നത് എങ്ങനെയാണ്? ഇല്ലെങ്കിൽ റാഗിങ് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ സ്കൂളിലുള്ളവർക്ക് മനസ്സിലാകും ഇതൊരു വലിയ തെറ്റാണ്, അത് ചെയ്യരുതെന്ന് അവർ പറയും. പക്ഷെ വിദ്യാർത്ഥികളിലേക്ക് അത് എത്തുന്നില്ല. പക്ഷെ വേറൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഇപ്പൊ സ്കൂളിലാണെങ്കിലും തന്നെ അല്ലെങ്കിൽ കോളേജുകളിലാണെങ്കിലും തന്നെ ഈ അവരുടെ ബന്ധപ്പെട്ട അധികാരികൾ തന്നെ ഈ ഒരു കാര്യം മറച്ചു വെക്കാനാണ് ഏറ്റവും കൂടുതലായിട്ട് ശ്രമിക്കുന്നത്. അതെ, സ്കൂളിന്റെ റെപ്യൂട്ടേഷനും അതുപോലെ തന്നെ കോളേജുകളുടെ റെപ്യൂട്ടേഷനും സംരക്ഷിക്കാൻ വേണ്ടി അങ്ങനെ ഒളിച്ചും മറച്ചും വെക്കുന്ന പല അധ്യാപകരെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ പല ഭീഷണികൾക്ക് മുതിർന്നിട്ടും അല്ലെങ്കിൽ ആ ഒരു കാര്യം പേടിച്ചിട്ടൊക്കെ പറയാതെ ഒരുപാട് കേസുകൾ ഇപ്പോഴും ഉണ്ടാവും പുറം ലോകം അറിയാതിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ. പക്ഷെ നമ്മുടെ ഭാഗത്താണ് തെറ്റ്, അല്ലെങ്കിൽ നമ്മളാണ് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു തരേണ്ട വിദ്യാഭ്യാസം അല്ലെങ്കിൽ അധ്യാപകർ തന്നെ ഇതിന് എന്താ പറയുക ചുക്കാൻ പിടിക്കുക എന്ന് പറയുന്നതാണ് നമുക്ക് വിഷമകരമായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ കുട്ടികൾ ഇങ്ങനെയുള്ള നിലപാടിലോട്ട് പോകുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഒരു വിദ്യാലയത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ ആരംഭിക്കേണ്ടത്. മാത്രമല്ല, ഒരു പരിധിവരെ നിന്ന് ചിന്തിച്ചു നോക്കിയേ, ഇന്നലെ വരെ നന്നായിട്ട് നിന്നൊരു കുട്ടികളായിരിക്കണമെന്നുണ്ടോ ഇന്ന് കയറി ആ അത്തരത്തിലുള്ള അക്രമം നടത്തിയെന്ന് ചിന്തിക്കാൻ പറ്റുമോ? അതായത് ഒരു 3 ദിവസം വരെ നല്ല കുട്ടിയായിട്ട് സമാധാനപരമായിട്ട് പോകുന്ന കുട്ടികൾ പെട്ടെന്ന് ഒരു ദിവസം കയറി ആക്രമണത്തിന് നിൽക്കില്ല. ഇതിനു മുമ്പ് ആ കുട്ടികളുടെ സ്വഭാവത്തെ കുറിച്ച് നമുക്ക് അധ്യാപകർക്ക് മനസ്സിലാക്കാം, രക്ഷിതാക്കൾക്ക്. ഇതിനകത്ത് വേറൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ ഒരു പ്രതിപട്ടികയിലുള്ള മുഖ്യമായിട്ടുള്ള ഒരു പ്രതി എന്ന് പറയുന്നത് വിദ്യാർത്ഥിയുടെ പിതാവ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. കാരണം തെളിവാണ്. അദ്ദേഹം ഇതിനു മുമ്പും പല കുറ്റകൃത്യങ്ങളിലും അദ്ദേഹത്തിന് പങ്കുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനത്തെ കേസുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടെ ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. തീർച്ചയായിട്ടും അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഈ കുട്ടികളെ മാത്രം കുറ്റം പറയുമ്പോൾ, ഇല്ലെങ്കിൽ കുട്ടികളെ ഈ വെറും 15 വയസ്സുള്ള കുട്ടികളെ നമ്മൾ ഇത്തരത്തില് നമ്മളെല്ലാവരും കൂടി ഇപ്പൊ കോർണർ ചെയ്താണ് ആ കുട്ടികളെ അറ്റാക്ക് ചെയ്തത്. തീർച്ചയായിട്ടും ഞാൻ ഇപ്പോഴും സമ്മതിക്കുന്ന ആ കുട്ടികൾ ചെയ്തത് തെറ്റ് തന്നെയാണ്, വലിയൊരു ക്രൈം തന്നെയാണ്. പക്ഷെ നമ്മൾ അതിന്റെ പേരിൽ 15 വയസ്സുള്ള ചിലപ്പോൾ കണ്ടു നിന്നതോ ഇല്ലെങ്കിൽ അബദ്ധത്തിൽ പെട്ടുപോയ കുട്ടികളടക്കമുള്ള 5 പേരാണ് അതിനകത്ത് ഉണ്ട്. അപ്പൊ എല്ലാവരും കൂടെ നമ്മൾ കോർണർ ചെയ്യുമ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ കുട്ടികൾക്ക് പിന്നെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ നമ്മുടെ കേരളത്തിലുണ്ടാവും. തീർച്ചയായിട്ടും ആത്മഹത്യ ചെയ്തവർ പിന്നെയും ജീവിക്കണം, മനസ്തപിക്കാനുള്ള ഒരു അവകാശം അവർക്കുണ്ടല്ലോ. മേ ബി അവർ ചെയ്ത തെറ്റ് അവർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇനിയും ജീവിക്കാനുള്ള ഒരു അവകാശം നമ്മുടെ ഇന്ത്യ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ പോലും ഇല്ലാതാക്കുന്ന രീതിയിൽ ആ കുട്ടികളെ കോർണർ ചെയ്ത, ഇല്ലെങ്കിൽ അവരുടെ ജീവിതം തന്നെ തകർക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോ വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറയുകയാണെങ്കിലും ബേസിക് ആയിട്ടുള്ള ഒരു അറ്റ്ലീസ്റ്റ് ഒരു നല്ലൊരു വിദ്യാഭ്യാസ കുട്ടികൾക്ക് നമുക്ക് എല്ലാവർക്കും കിട്ടിയിരുന്നെങ്കിൽ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള തെറ്റുകൾ ഉണ്ടാവില്ല. നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും അതുപോലെ തന്നെ നിയമ സംവിധാനങ്ങളും ഒന്നും വ്യക്തമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. അതിനൊരു മാറ്റം, ഒരു 12 വയസ്സ് തൊട്ട് കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മുടെ നിയമ സംവിധാനങ്ങൾ ബെറ്റർ ആയിരുന്നെങ്കിൽ. എന്തുകൊണ്ട് നമ്മുടെ പാഠ്യപദ്ധതികളിലാണെങ്കിലും ഈ ലോയിനെ കുറിച്ചിട്ടുള്ള ഒരു സബ്ജക്ട് കൊണ്ടുവന്നൂടാ? അല്ലെങ്കിൽ കുട്ടി അത് നമ്മൾ അറിവാണല്ലോ പകർന്നു കൊടുക്കേണ്ടത് കുട്ടികൾക്ക്. അപ്പൊ സമൂഹത്തിൽ നമ്മൾ സത്യം പറഞ്ഞാൽ ഈ മാത്സും ഫിസിക്സും കെമിസ്ട്രിക്കും അപ്പുറം നമ്മൾ സമൂഹത്തിൽ ഇടപെടേണ്ട ഒരു കാര്യങ്ങളെ പറ്റി ഒന്നും പഠിപ്പിക്കുന്നില്ല. അതായത് നിയമ സംവിധാനങ്ങളെ പറ്റി പഠിപ്പിക്കണം, ഭരണകൂടങ്ങളെ പറ്റി പഠിപ്പിക്കണം. ഇപ്പോഴും നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് നമുക്ക് പൊളിറ്റിക്സ് ഇല്ലാന്ന് അഭിമാനത്തോടെ പറയുന്ന കുട്ടികളെ കൈയടിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു സമയത്ത് അതിന് കൈയടിക്കുന്ന ഒരു തെറ്റുമില്ല. കാരണം നമ്മൾ കാണുന്ന പൊളിറ്റിക്സ് അല്ല, രാഷ്ട്രീയമല്ല, നേതാക്കളാണെങ്കിലും തന്നെ അവരുടെ നിലപാടുകളാണെങ്കിലും തന്നെ കുട്ടികൾ എല്ലാവരും പുച്ഛത്തോടു കൂടി മാത്രമാണ് കാണുന്നത്. അത് മാത്രമല്ല, അക്രമം പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു പരിധിവരെയുള്ള കുട്ടികൾ ഇല്ലെങ്കിൽ കോളേജ് വിദ്യാർത്ഥികൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ആ ആക്രമണത്തെ പരിപോഷിപ്പിക്കുന്ന, ആക്രമണമാണ് ഏറ്റവും വലുതെന്ന് ചൂണ്ടിക്കാണിക്കുന്ന അത്തരത്തിലുള്ള റാഗിങ് നടത്തിയ രാഷ്ട്രീയ പാർട്ടികൾ അടക്കമുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അപ്പൊ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ആകെ അറിയുന്ന ഒരു കാര്യം, അവർക്ക് നേരെ ഒരു പഴിയും ചാരാതെ മറ്റുള്ളവരെ മേലെ മാത്രം പഴി ചാരിയിട്ട് നടക്കുന്ന ഒരു രാഷ്ട്രീയ
രാഷ്ട്രീയ പാർട്ടി നേതാക്കളാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ ഈ ഒരു കേസിലാണെങ്കിലും അല്ലെങ്കിൽ ഇതിന് മുമ്പത്തെ കേസുകളിലാണെങ്കിലും തന്നെ ഏറ്റവും കൂടുതലായിട്ട് രാഷ്ട്രീയ പാർട്ടിക്കാരെ പറഞ്ഞപ്പോൾ അവർ ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു കാര്യമാണ് സിനിമ എന്നുള്ളൊരു കാര്യം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് കുട്ടികൾ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ളത്. സിനിമ ഒരു ഭാഗമാണ് അവരുടെ ജീവിതത്തിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ എന്നാൽ അങ്ങനെ സിനിമയാണ് അവർ പഴിചാരിയിട്ടുള്ളത്. അല്ലാതെ നമ്മുടെ നിയമവ്യവസ്ഥയോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കടമകളോ ഒന്നും തന്നെ അവർ കാര്യമായിട്ട് എടുക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് ഇതിനകത്ത്. യഥാർത്ഥത്തില് നമ്മളുടെ ഒരു സാരാംശം കുട്ടികൾ പരീക്ഷ എഴുതുന്നതും എഴുതാത്തതിന്റെ അപ്പുറം നമ്മളുടെ ഇപ്പോഴത്തെ സമൂഹത്തിന് കിട്ടുന്ന വിദ്യാഭ്യാസം കൃത്യമല്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് സഹപാഠികളോട് പോലും എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അറിയില്ല. ഒരു പ്രശ്നം വന്നാൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല. വിദ്യാർത്ഥികളോട്, മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, മുതിർന്ന പൗരന്മാരോട്, ഭരണ സംവിധാനങ്ങളോട് ഇവരോട് എങ്ങനെ പെരുമാറണമെന്നോ ഇത് എങ്ങനെ വ്യക്തമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുള്ള ഒരു ധാരണ നമ്മുടെ സമൂഹത്തിനോ നമ്മുടെ കുട്ടികൾക്കോ ഇല്ല. ഞാനടക്കമുള്ള യുവാക്കൾക്ക് ചിലപ്പം ഇതിനെപ്പറ്റിയുള്ള ധാരണ ഇപ്പോഴും ഉണ്ടാവില്ല. കർശനമായൊരു നിയമവ്യവസ്ഥ തന്നെ നമ്മുടെ കേരളത്തിലാണെങ്കിലും നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും തന്നെ കൊണ്ടുവരണം. ഇപ്പൊ നമ്മൾ സൗദി അറേബ്യയിലൊക്കെ കാണിക്കുന്നത് പോലെ കർശനമായി അപ്പൊ തന്നെ പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു പ്രവണത കാണിക്കണം. നിയമങ്ങളോട് ഒരു പേടി, അതിപ്പോ വിദ്യാർത്ഥികൾക്കാണെങ്കിലും മറ്റാർക്കാണെങ്കിലും ഒരു പേടി ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഇനിയും ആവർത്തിക്കുമെന്ന് തന്നെ ഇനിയും നിയമങ്ങൾ ശക്തമാകുക ആ നിയമങ്ങളുടെ ഒരു സ്വാധീനം എത്രത്തോളം നമുക്ക് അപകടകരമാകുമെന്നും വിദ്യാർത്ഥികളും അതായത് എല്ലാവരും മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മുടെ സമൂഹം വളർന്നാൽ മാത്രമേ അക്രമങ്ങൾക്ക് ഒരു കുറവുണ്ടാവുകയുള്ളൂ. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ, അതായത് ഇനിയൊരു മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ തന്നെ ആദ്യം മാറി തുടങ്ങണം. ഇതിലാണെങ്കിൽ തന്നെ ഇന്ന് നടന്ന സ്ട്രൈക്കിലാണെങ്കിലും തന്നെ ഒരു അധ്യാപിക പറയുന്നുണ്ട്, എന്റെ മകനാണ് ഈ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു ഈ കുട്ടികളെ എക്സാം എഴുതിക്കാൻ. അപ്പൊ ഇതൊക്കെ എല്ലാത്തിനും ഒരു എന്താ പറയുക, നമ്മൾ വളം വെച്ച് കൊടുക്കാന്ന് പറയില്ലേ, ഉണ്ടാക്കുന്നതിനപ്പുറം നമുക്കറിയാലോ നമ്മുടെ കുട്ടികൾ എന്നെ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കുന്നത് ചിലപ്പോൾ എന്റെ മാതാപിതാക്കളായിരിക്കും. ഇങ്ങനെ എനിക്ക് മക്കളുണ്ടാകുമ്പോൾ അവരെ മനസ്സിലാക്കേണ്ടത് ഞാനാണ്. ഈ ഒരു കേസിലാണെങ്കിലും സ്വന്തം പിതാവാണ് ഈ ഒരു കുറ്റകൃത്യത്തിന് കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നത്. പിതാവ് തൊട്ടുള്ളവർ ഇതിനകത്ത് തെറ്റുകാരാണ്. അവർക്ക് അത്രയും ബോധമുള്ളവരും അത്രയും പ്രായമുള്ളവരും ഇതിനകത്ത് തെറ്റുകാരാകുമ്പോൾ ഈ കുട്ടികളെ മാത്രം കോർണർ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഓരോരുത്തരും തെറ്റുകാരാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് ഇപ്പൊ കുട്ടികളാണെങ്കിലും മുതിർന്നവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് കുട്ടികൾ കണ്ട് പഠിക്കുന്നതും. അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല, വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ എന്താ പിന്നെ കുട്ടികൾക്ക് പിന്നെ എന്താണ് ചിന്തിക്കാനുള്ളത്? രക്ഷിക്കാൻ ഒരുപാട് പേരുണ്ട്, രാഷ്ട്രീയക്കാരാണെങ്കിലും എല്ലാം ഈ കേസിൽ നിന്ന് പെട്ടെന്ന് നിയമ സംവിധാനങ്ങൾ, രാഷ്ട്രീയത്തിനപ്പുറം നമ്മുടെ നിയമ സംവിധാനങ്ങൾ അവർക്ക് രക്ഷിക്കാനുള്ള പല വഴികളും ഉണ്ടായി. പിന്നെ വേറൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ശിക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ നേരെ ജയിലിലോട്ടാണ് കൊണ്ടുപോകുന്നത്. ജയിലിലെ സുഖ സൗകര്യങ്ങൾ ആലോചിക്കുമ്പോൾ തന്നെ ഇതൊരു ശിക്ഷയായിട്ട് അവർക്ക് ആർക്കും കരുതാനും പറ്റില്ല. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ഒരു നടപടി സ്വീകരിക്കണം. ഇല്ലെങ്കിൽ ഇത് അവസാനിപ്പിക്കേണ്ടതും കുട്ടികൾക്ക് ബേസിക് ആയിട്ടുള്ള ഇപ്പൊ പറഞ്ഞ പോലെ ബേസിക് ആയിട്ട് കുറച്ച് നിയമങ്ങളും കുറച്ച് മര്യാദകളും അല്ലെങ്കിൽ നമ്മൾ മാറി തുടങ്ങിയാൽ മാത്രമേ കുട്ടികൾ മാറുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷാണെങ്കിലും ഭരണപക്ഷാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരാതെ ഇതിനൊരു കൃത്യമായ ഒരു നിയമവ്യവസ്ഥ കൊണ്ടുവരിക തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു മാറ്റം ഇനിയെങ്കിലും കേരളത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.